മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സിനിമയുടെ 110ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ രാജ ഹരിചന്ദ്ര അവാർഡ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവാർഡ് കൈമാറി. മറ്റെന്തിനേക്കാളും സർഗാത്മകതയാകണം നമ്മുടെ ലഹരിയെന്ന് കൈതപ്രം പറഞ്ഞു. ഒരു ലഹരിയും ഉപയോഗിക്കാതെയാണ് താൻ പാട്ടുകൾ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സ്നേഹമാകണം ലഹരിയെന്ന് വ്യക്തമാക്കി. പരസ്പര സ്നേഹത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് ടൈമിൽ ഒരിക്കലും മദ്യപിച്ചില്ല, ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇവിടുത്തെ കണക്ക് പ്രകാരം 350 450 പടം എഴുതി, 3000-ൽ കൂടുതൽ പാട്ടുകൾ എഴുതി. പക്ഷേ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിക്കാതെയാണ് ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ എത്രയോ ആയിരക്കണക്കിന് വേദികളിൽ പാടി. ഇപ്പോഴും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. അതൊക്കെ നമ്മളെ ഒരു ടൈമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ കൊലഹാരം നടക്കുന്ന ലവ് ജിഹാദിൻ്റെ ആളാണ് ശരിക്കും കേട്ടാ. ഇയാൾ ഒരു ഹിന്ദു കുട്ടിയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് അവളെ മതം മാറ്റിയൊന്നുമില്ല, ഇയാൾ അങ്ങോട്ടും മതം മാറിയില്ല. സ്നേഹമാണ് ഇതൊക്കെ കാര്യം. ഒരു ജിഹാദും ഇല്ല. സ്നേഹത്തിൻ്റെ മുമ്പിൽ എല്ലാം ശാന്തമാണ്. സ്നേഹത്തിൻ്റെ ജിഹാദാണ് നമുക്ക് വേണ്ടത്. ചലച്ചിത്ര നിർമ്മാതാക്കളായ ഷിനുക, ഷെഗ്ന, ഷെർഗ, തിരക്കഥാകൃത്തുക്കളായ ദീദി ദാമോദരൻ, ഇന്ദുമേനോൻ, നടി സാവിത്രി ശ്രീധരൻ, മാധ്യമപ്രവർത്തകരായ മിഥില ബാലൻ, ഷിത ജഗത്ത്, ഫസ്ന ഫാത്തിമ തുടങ്ങി കലാ മാധ്യമ മേഖലകളിലെ 20 വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. നിർമ്മാതാവ് പ്രഭാകരൻ നറുകര അധ്യക്ഷത വഹിച്ചു. മലയാള ചലച്ചിത്ര സൗഹൃദവേദി ജനറൽ കൺവീനർ റഹീം പൂവാട്ടുപറമ്പ്, ഗിരീഷ് പെരുവയൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.